എൻ്റെ ബാല്യകാല സ്മരണകൾ ഒരുപാട് ഉറങ്ങിക്കിടക്കുന്ന ഒരു ഗ്രാമപ്രദേശമാണിത്. ഈ നാട്ടിൻ പുറത്താണ് ഞാൻ എൻ്റെ കുട്ടിക്കാലം എല്ലാം ചെലവഴിച്ചത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ തൊടിയിലൂടെയൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ഈ മരങ്ങളും ഇവിടെ ഇപ്പോൾ തെങ്ങ്, കമുക് ഇങ്ങനത്തെ കാര്യങ്ങളും ധാരാളമായിട്ടുള്ള ഈ വൃക്ഷങ്ങൾ, ഇപ്പം മാവാണെങ്കിലും പ്ലാവാണെങ്കിലും ഇതെല്ലാം കണ്ട് ഇങ്ങനെ നടന്ന് പോകുമ്പോൾ ഇവിടെ ഒരു കുളമുണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് ചെറിയ തോടുണ്ട്. അപ്പോൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഇവിടെ ഞാൻ മീൻ പിടിക്കാനൊക്കെ തോട്ടിൽ ഇങ്ങനെ തോർത്തുമായിട്ട് പോയിട്ട് മാനത്ത് കണ്ണി മീനിനെയൊക്കെ പിടിച്ച് ഹോർലിക്സ് കുപ്പിയിലൊക്കെ നിറച്ച് കൊണ്ടുപോകുമായിരുന്നു. പിന്നെ ഈ കുളത്തിലൊക്കെ ആമ്പൽ കുളമാണ്, നല്ല രസമുള്ള ഒരു എന്താ പറയുക, ആ ഒരു അന്തരീക്ഷമാണിത്. അപ്പോൾ അവിടേക്കൊരു തിരിച്ചുവരവും കൂടിയാണ് ഈ ഓണക്കാലം. പച്ച പുതച്ച് കിടക്കുന്ന ഈ നാട്ടുവഴികളെല്ലാം തന്നെ എനിക്ക് വളരെ സുപരിചിതമാണ്. കാര്യം ഞാൻ ഒരുപാട് നടന്ന വഴികളാണ് ഇതൊക്കെ. ഞാനിങ്ങനെ നടന്ന് എൻ്റെ ആമ്പൽക്കുളം തേടി വന്നിരിക്കുവാണ്. ഉണ്ടല്ലേ, ആമ്പൽക്കുളമെല്ലാം അതുപോലെ തന്നെയുണ്ട്. മനോഹരമായ ആമ്പലെല്ലാം പൂത്ത് കിടക്കുന്നു. ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നാട്ടിൻ പുറത്തിൻ്റെ വിശുദ്ധി. ശരിക്കും ഇങ്ങനെയുള്ള കാഴ്ചകൾ ഒരു പക്ഷേ നമ്മൾ സിനിമകളിലും പിന്നെന്താ പറയുക, ഈ പുസ്തകങ്ങളിലുമൊക്കെ വായിച്ച് അതിങ്ങനെ നമ്മളിങ്ങനെ സങ്കല്പിക്കാറാണ് പതിവ്. പക്ഷേ ഇതുപോലെയുള്ള വിശുദ്ധമായ ഗ്രാമങ്ങൾ കേരളത്തിൽ ഒരുപാടുണ്ട്. നമ്മളത് തേടിയെത്തണം എന്ന് മാത്രം. അപ്പോൾ ഇവിടെയെല്ലാം എത്ര പ്രാവശ്യം എന്തോരം ആമ്പൽ പറിച്ച് നടന്നതാണ്. പക്ഷേ ഇപ്പോൾ ഈ ആമ്പലിനെ പറിക്കാൻ തോന്നുന്നില്ല, കാര്യം അത്ര ഭംഗിയായിട്ട് നിൽക്കുമല്ലേ. കുളക്കടവിൽ നിന്നും ഞാൻ നേരെ എത്തിയിരിക്കുന്നത് പച്ചക്കറി തോട്ടത്തിലേക്കാണ്. അപ്പോൾ നമ്മുടെ ഈ ഗ്രാമത്തിൽ ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ ഇങ്ങനെ വയലുകളും ഇതും എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇതിപ്പോൾ ഈ ഓണത്തിനോടനുബന്ധിച്ചുള്ള കൃഷിയാണിത്. ഇത് കംപ്ലീറ്റ് വെജിറ്റബിൾസ്, പലതരം പച്ചക്കറികൾ, നാടൻ പച്ചക്കറികൾ. കണ്ടില്ലേ, പടവലങ്ങ പന്തലിട്ട് നിൽക്കുകയാണ്. പന്തലിലാണ് ഇങ്ങനെ തൂങ്ങി വളർന്ന് കിടക്കുക. അപ്പോൾ നമ്മൾ ഇച്ചിരി ഒന്ന് കുഞ്ഞ് നടുക്ക് ഇങ്ങനെ ചാലുണ്ട്. ഈ ഓരോ വരമ്പത്ത് പോലെ ഇങ്ങനെ സൈഡിൽ ഇതിൽ വെള്ളം കിട്ടാനായിട്ട് ചാല് വെട്ടി ചെറിയ അരുവി പോലെ. പിന്നെ തൂങ്ങി കിടക്കുന്നു. ഇത് വിളവെടുക്കാറായി കഴിഞ്ഞ് കുറേയെല്ലാം ഇങ്ങനെ പടവലങ്ങകളുടെ ഒരു നിര തന്നെ കാണും. ഇവിടെ പല സൈസിന് ഉള്ള പടവലങ്ങ റെഡിയാണ്, ചെറുതും വലുതുമെല്ലാം. നല്ല സൈസ് ഒത്തതാണെങ്കിൽ നല്ല നീളം വയ്ക്കുന്നുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇതെല്ലാം പറിച്ചുകൊണ്ട് പോയിട്ട് നമ്മുടെ ഓണസദ്യ കേമമാക്കാം. എല്ലാം നാടൻ പച്ചക്കറികൾ തന്നെ. അപ്പോൾ ആവശ്യത്തിന് പടവലങ്ങയൊക്കെ പറിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത വെള്ളരിക്ക തോട്ടത്തിലേക്ക് കയറിയിരിക്കുകയാണ്. കുറച്ച് വെള്ളരിക്കയും വേണം. ഇഷ്ടം പോലെ കായ്ച്ച് കിടക്കുന്നുണ്ട് നമ്മുടെ തോട്ടത്തിൽ. അങ്ങനെ വെള്ളരിക്കയൊക്കെ പറിച്ചു. ആവശ്യത്തിൽ കൂടുതൽ ഇനിയും പറിക്കാൻ പോവാണ്. കാര്യം നമ്മളിതെല്ലാം ഉണ്ടാക്കിയിട്ട് പിന്നെ ഒരു പ്രഥമനും നമുക്ക് വെള്ളരിക്കയിൽ തയ്യാറാക്കാം. അത് ഒരു പരീക്ഷണമാണ്, എന്നാലും നോക്കാം. ഞാനിപ്പോൾ നമ്മുടെ ഒരു വാഴത്തോപ്പിലേക്ക് കയറിയിരിക്കുകയാണ്. ഉച്ചയ്ക്ക് സദ്യയ്ക്ക് വേണ്ട ഇലയൊക്കെ വേണ്ടേ, സദ്യ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിന് കുറച്ച് ഇല വെട്ടിക്കൊണ്ട് പോകണം. അപ്പോൾ കുറച്ച് ഇല വെട്ടൽ കാര്യത്തിനായിട്ട് ഇറങ്ങിയതാണ്. സദ്യയ്ക്ക് വേണ്ട ഇലയും നമുക്ക് നാട്ടിൻപുറങ്ങളിലാണെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങേണ്ട നമ്മുടെ തൊടിയിൽ നിന്ന് തന്നെ നമുക്ക് പറിക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഈ കൃഷി സ്ഥലങ്ങളിൽ നിന്നെല്ലാം, ഗ്രാമങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന പച്ചക്കറികളാണ് നഗരങ്ങളിലെ മാർക്കറ്റുകളിൽ എത്തുന്നത്. അപ്പോൾ ചന്തയിലൊക്കെ പോയാലെല്ലാം കിട്ടുന്ന പച്ചക്കറികൾ ഇങ്ങനെ നാടനായിട്ട് കൃഷി ചെയ്തെടുക്കുന്നതാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു ഗ്രാമത്തിൻ്റെ വിശുദ്ധിയുടെ ഭാഗമാണ്. നമുക്ക് കിട്ടുന്ന ഈ ഒരു എന്താ പറയുക, നമ്മുടെ തൊടിയിലിറങ്ങി തന്നെ നമുക്ക് പച്ചക്കറി പറിക്കാം, ഇല വെട്ടാം, എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഞാനിപ്പോൾ സദ്യയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെ സദ്യയ്ക്ക് വേണ്ട ഇലകളുമായി ഞാൻ വാഴത്തോപ്പിൽ നിന്നും എത്തിക്കഴിഞ്ഞു. അതേ നോക്കൂ, ഇവിടെ കംപ്ലീറ്റ് ഒരുക്കങ്ങളാണ്. സദ്യയ്ക്ക് വേണ്ടി നല്ല ഗംഭീരമായൊരു സദ്യയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു. അരി ഇടിക്കുന്നു, അരി ആട്ടുന്നു, പച്ചക്കറിയെല്ലാം അരിഞ്ഞു കൂട്ടുന്നു. എനിക്കുമുണ്ട് ജോലി. എൻ്റെ ജോലിക്കായിട്ട് ഉരുളിയെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. പായസം തയ്യാറാക്കണ്ടേ. നമ്മളിപ്പോൾ ഗ്രാമത്തിലാണ്, അതുകൊണ്ട് തന്നെ ഒന്നും പൈസ കൊടുത്ത് മാർക്കറ്റിൽ നിന്നും വാങ്ങേണ്ട കാര്യമില്ല. എല്ലാം പറിച്ചെടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാം ഓർഗാനിക് എന്നൊക്കെ നമുക്ക് പറയാം. ശരിക്കും നല്ല ഒട്ടും തന്നെ മായം ചേർക്കാത്ത, മരുന്ന് തളിക്കാത്ത, നല്ല
പച്ചയായ എന്താ പറയണ്ടത്, നല്ല ഒറിജിനൽ പച്ചക്കറികൾ, അങ്ങനെ നാടൻ പച്ചക്കറികളെല്ലാം വെച്ചിട്ട്. അപ്പോൾ ഞാൻ നോക്കി എന്താ ചെയ്യേണ്ട ഇന്നത്തെ പായസം. അപ്പോൾ ഇവിടെ പച്ചമാങ്ങ ഉണ്ടായിരുന്നു, പൈനാപ്പിൾ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടൊരു പൈനാപ്പിളും പച്ചമാങ്ങയും ചേർത്തൊരു പായസം ആയിക്കൂടാ? ഒരു പുതുമയായിക്കോട്ടെ നമ്മളുടെ ഇന്നത്തെ പായസം. അപ്പോൾ ഇനി അടുപ്പ് കത്തിക്കാം. കാര്യങ്ങളെല്ലാം ഇവിടെ റെഡിയാണ്. ഇവിടുത്തെ ആക്ടിവിറ്റീസ് ഒരു സൈഡിൽ നടക്കുന്നുണ്ട്, എല്ലാവരും ബിസി. അപ്പോൾ നമുക്ക് പായസം തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ അടുപ്പൊന്ന് കത്തിക്കണം. അപ്പോൾ ഓമിനി ചേച്ചി ഒന്ന് കത്തിച്ചു, അരി ഇടിക്കലൊക്കെ നടക്കട്ടെ, എന്നാലും എന്നെ ഒന്ന് സഹായിക്കുമല്ലോ. അപ്പോൾ ഓമിനി ചേച്ചിയുടെ സഹായത്തോടുകൂടി അടുപ്പും കത്തിച്ചു കഴിഞ്ഞു. അപ്പോൾ അരി ഇടിക്കൽ തുടരുന്നു. അപ്പോൾ ജോലിയിലൊരു ചെറിയ ഡിസ്റ്റർബൻസ് ആണ്, അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സഹായം ചോദിക്കുന്നു എന്നുള്ളത്. ഇനി നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. ഇനി ഇതൊരു വ്യത്യസ്തമായ പായസമാണ്, പരീക്ഷണമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഡിഫറെൻറ്റ്, വളരെ വ്യത്യസ്തം. ഇപ്പോൾ പച്ചമാങ്ങ കൊണ്ട് പായസമോ? എന്താണത്? പച്ചമാങ്ങ ഒരു 2 വലിയ പച്ചമാങ്ങ അല്ലെങ്കിൽ ഒരു 1/2 കിലോ പച്ചമാങ്ങ തൊലിയോടുകൂടി നമ്മൾ വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കുന്നു. അപ്പോൾ ഇത് സാധാരണ പച്ചമാങ്ങ. ഇതിനെ വേവിച്ച് കഴിഞ്ഞിട്ട് തൊലി കളയണം. തൊലി കളഞ്ഞിട്ട് അതിനുള്ള മാംസഭാഗം അതിങ്ങനെ നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കുക. അതാണ് ആദ്യത്തെ കാര്യം. അപ്പോൾ ഇങ്ങനെ മാങ്ങ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട്, തൊലിയെല്ലാം മാറ്റി. ഇനി അതും ആദ്യം അതിലേക്ക് പഞ്ചസാര, 1 കപ്പ് പഞ്ചസാര. പച്ചമാങ്ങ എന്ന് പറഞ്ഞാൽ നല്ല പുളിയല്ലേ, അപ്പോൾ ആ പുളിയൊന്ന് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ജോലി. അപ്പോൾ കുറച്ച് പഞ്ചസാര, 1 കപ്പ് 1-1.25 കപ്പ് വരെ പഞ്ചസാര ചേർക്കുക. അപ്പോൾ ഇത് നന്നായിട്ട്, സാധാരണ പ്രഥമനും പായസമൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ വരട്ടി തന്നെയാണ് ചെയ്യുന്നത്. എന്ത് കാര്യമാണെങ്കിലും, അടയാണെങ്കിലും കടലയാണെങ്കിലും ചെറുപരിപ്പാണെങ്കിലും പഴമാണെങ്കിലും ചക്കപ്രഥമനാണെങ്കിലും ഒക്കെ. അതുപോലെ തന്നെ പച്ചമാങ്ങയാണെങ്കിലും നമ്മൾ വരട്ടണം. അപ്പോൾ അതിൻ്റെ പുളിയൊക്കെ ഒന്ന് മാറി നല്ല മധുരമുള്ള ഒരു മാങ്ങ വറുത്തായിട്ട് മാറ്റുകയാണ്. 1.5 കപ്പ് പഞ്ചസാര, അതാണ് അളവ്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഇത് പച്ചമാങ്ങയും പൈനാപ്പിളും. അപ്പോൾ പൈനാപ്പിളും നമ്മൾ പറിച്ച പൈനാപ്പിളാണ്. അപ്പോൾ ആ പൈനാപ്പിൾ തൊലി കളഞ്ഞിട്ട് നീളത്തിലുള്ള ഘനം കുറഞ്ഞ കഷ്ണങ്ങളായിട്ട് കുറച്ച് അതും കൂടി ഇതിനകത്തേക്ക് ചേർക്കാം. പൈനാപ്പിളിന് ഒരല്പം പുളിയുള്ളൊരു കാര്യമാണ്, എത്ര പഴുത്താലും ഒരു ചെറിയ പുളി. അപ്പോൾ ആ പുളിയും മാങ്ങയുടെ പുളിയും എല്ലാം കൂടി ആകുമ്പോൾ നല്ല രസമായിരിക്കും. പക്ഷേ ഇതിൻ്റെ എല്ലാം പുളി മാറുന്നൊരു കാര്യമുണ്ട്, പഞ്ചസാര. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് ഒന്നിച്ച് വരണ്ട് വരട്ടെ. പൈനാപ്പിളിൻ്റെ പീസസ് നമുക്ക് കടിക്കാനായിട്ട് ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത് എന്ത് പേസ്റ്റ് പോലെ ആയാൽ പോലും അങ്ങനെ ആകില്ല, കുറച്ച് കടിക്കാനായിട്ട് കിട്ടും. ശരിക്കും നമ്മളെല്ലാം ഇങ്ങനെ പട്ടണത്തിലൊക്കെ ജീവിക്കുന്നതുകൊണ്ട് പലപ്പോഴും ഇങ്ങനെയുള്ള ഈ തനിമ, നാടൻ തനിമയൊക്കെ ഒരുപാട് നഷ്ടപ്പെടുകയാണ്. നമുക്കത് കാണാൻ പോലും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ശരിക്കും ഇതൊരു കൂട്ടായ്മയാണ്. ഇപ്പോൾ എന്നോടൊപ്പം എത്ര ആൾക്കാരുണ്ട്, നമ്മളെല്ലാവരും കൂടി ചേർന്നൊരു സദ്യ തയ്യാറാക്കുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. ഏതാണ്ട് ഒരു മാംഗോ ബാറിൻ്റെ പാകത്തിനായി വന്നുകൊണ്ടിരിക്കുകയാണ്, നന്നായിട്ട് വറണ്ട് ആ ഒരു സ്റ്റൈലിലേക്ക്. എൻ്റെ മകൻ, ഞാനിപ്പോൾ എന്തായാലും അവർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല, ഞാൻ എൻ്റെ പായസത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാണ്. ഇപ്പോൾ നല്ലൊരു പൈനാപ്പിളിൻ്റെയും മാങ്ങയുടെയും എല്ലാം കൂടി ഒരു സമ്മിശ്രമായ മണമാണ് വരുന്നത്. അപ്പോൾ പാകത്തിന് വരണ്ട് കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ 2ാം പാലും 1ാം പാലും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ 2ാം പാൽ ഏകദേശം ഒരു 4 കപ്പ് റെഡിയാക്കി വയ്ക്കാം. എന്നിട്ട് ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കുക. ഇത് തേങ്ങാപ്പാലാണ്, തേങ്ങാപ്പാലിൻ്റെ 2ാം പാൽ, നെടുകിയ പാൽ ആദ്യം. ഈ വരണ്ട് വരുന്ന സ്റ്റേജിൽ നമുക്ക് വേണമെങ്കിൽ ആ ഒരു സമയത്ത് കുറച്ച് നെയ്യും കൂടി വേണമെങ്കിൽ ചേർത്ത്, കുറച്ചുകൂടി ഇച്ചിരി നെയ്യും കൂടി ചേർത്ത് വറക്കണം. എന്നിട്ട് പാലൊഴിച്ച് കൊടുത്താൽ മതിയാവും. ഇനി ഇതൊന്നുകൂടി ഒന്ന് കുറുകണം. കുറുകി ഒരു പായസ പാകമാകുമ്പോൾ നമ്മൾ 1ാം പാൽ ചേർക്കും. ഇച്ചിരി നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല ചൂടാണ്, അടുപ്പിൻ്റെ അടുത്തിരിക്കുന്നതുകൊണ്ട്. അപ്പോൾ പായസം ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകട്ടെ. അത് കഴിഞ്ഞിട്ട് എന്ത് എളുപ്പമല്ലേ, പെട്ടെന്നായി. കാര്യം ഇത് നമ്മൾ ഗ്യാസിലൊക്കെ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും എളുപ്പമാണ്.
ഈ അടുപ്പ് കത്തി ചെയ്താൽ പെട്ടെന്ന് കാര്യം നടക്കും, പെട്ടെന്ന് വരണ്ട് കിട്ടും, പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ രുചിയൊന്ന് വേറെ തന്നെയാണ് അടുപ്പിൽ പാകം ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ പായസം ഏതാണ്ട് റെഡിയായി. അവിടെ അരിയാട്ടി തീരാറായി, ഞാൻ പായസം ഉണ്ടാക്കി കഴിയാറായി. ഇനി ഒന്നാം പാൽ. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. കുറച്ച് ഏലക്കാപ്പൊടി, 1 ടീസ്പൂൺ ഏലക്കാ പൊടിച്ചത്. ഈ ഏലക്കാപ്പൊടിയും നെയ്യും എല്ലാം ചേർന്ന് വരുമ്പോഴാണ് പായസത്തിൻ്റെ മണം വരുന്നത്. ഇവിടെ ഇപ്പോൾ പായസത്തിൻ്റെ മണം വരുന്നില്ലേ, ഏലക്കായൊക്കെ ചേർത്തു. റെഡി. ഓക്കെ, ഇനി അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി ഒരു കാര്യം കൂടി, നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പും കിസ്മിസ് അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ പൂർത്തിയായി. ഇനി കുറച്ച് നെയ്യ് ചൂടാക്കി അണ്ടിപ്പരിപ്പ് വറുത്തിട്ടാൽ മാത്രം മതി. അണ്ടിപ്പരിപ്പ് 100 ഗ്രാം അല്ലെങ്കിൽ 50 ഗ്രാം ഇഷ്ടത്തിന്. ഇതിൻ്റെ കൂടെ കിസ്മിസ്, മുന്തിരിങ്ങ. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ എല്ലാം പാകത്തിന് മൂത്തു. അതിൻ്റെ നെയ്യോടുകൂടി തന്നെ പായസത്തിലേക്ക് ഒഴിക്കാം. അങ്ങനെ നല്ല സ്വാദിഷ്ടമായ പച്ചമാങ്ങ പൈനാപ്പിൾ പായസം. ഇതെന്തായാലും എല്ലാ കാര്യവും കഴിഞ്ഞ് ഇവിടുത്തെ പണിയൊക്കെ നടക്കണം. എന്തായാലും എൻ്റെ പായസം റെഡി. ഇനിയിപ്പോൾ ഊണ് സദ്യക്ക് കാലമായി. എന്നാലും ഇന്നത്തെ ഈ പായസം വളരെ വ്യത്യസ്തം. അപ്പോൾ ഈ എന്താ പറയുക, നമ്മുടെ വീട്ടുമുറ്റത്ത് നിന്ന് തന്നെ പറിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, നമ്മൾ കൃഷി ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊക്കെ കൊണ്ട് നമുക്ക് പായസം തയ്യാറാക്കാം.